ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 135 വാല്യം 3 ബെഥനിയിൽ തീക്ഷ്ണനായ സൈമണിന്റെ വീട്ടിൽ. ഈശോ നടന്ന് അവസാനത്തെ കുന്നും കയറി ഉന്നത തടത്തിലെത്തിയിരിക്കുന്നു. ഡിസംബറിലെ സൂര്യപ്രകാശത്തിൽ ബെഥനി തിളങ്ങുന്നതിനാൽ വിജനമായ ശൂന്യമായ ആ പ്രദേശത്ത് അല്പം ആകർഷകത്വമുണ്ട്. അവിടവിടെയായി സൈപ്രസ്, ഓക്ക്, കരോബ് വൃക്ഷങ്ങൾ കൂട്ടം കൂടി ഓരോ പച്ചപ്പൊട്ടുകൾ പോലെയുണ്ട്. സൂര്യപ്രകാശം കറുത്തിരുണ്ട അവയുടെ മ്ലാനതയെ മയപ്പെടുത്തുന്നു. മനോഹരങ്ങളായ തോട്ടങ്ങളിൽ തലയുയർത്തി നെടുകെ ഉയർന്നു നിൽക്കുന്ന രാജകീയ പനകളെ ഈ ചെറുമരങ്ങൾ എപ്പോഴും വണങ്ങി തല താഴ്ത്തി രാജകൊട്ടാരങ്ങളിലെ സേവകരെ പോലെയാണ് നിൽപ്പ്. ബെഥനിയിൽ ലാസറസിന്റെ മനോഹരമായ വീട് മാത്രമല്ല ഉള്ളത്, ധനികരായ മറ്റാളുകളുടെ വീടുകളുമുണ്ട്. ഇവിടെ അവരുടെ വസ്തുവകകളോട് ചേർന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ജെറുസലേമിലെ ആളുകളായിരിക്കാം അവർ. അവരുടെ മനോഹരങ്ങളായ ഭവനങ്ങൾ സാധുക്കളായ കൃഷിക്കാരുടെ ചെറിയ വീടുകൾക്കിടയിൽ പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നവയാണ്. മനോഹരങ്ങളായ തോട്ടങ്ങൾ വളരെ കാര്യമായി അവർ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പനകൾ കാണുന്നത് അസാധാരണമായ ഒരു കാഴ്ചയായി തോന്നുന്നു. കാരണം പനകൾ പൗരസ്ത്യ നാടുകളെയാണ് ഓർമ്മിപ്പിക്കുക. അവയ്ക്ക് പിന്നിൽ മഞ്ഞ നിറം സ്വല്പം കലർന്ന അതിർത്തിയില്ലാത്ത മലമ്പ്രദേശത്ത് വെള്ളി കലർന്ന പച്ച നിറത്തിലുള്ള ഒലീവ് വൃക്ഷങ്ങൾ, ഉഴുതിട്ടിരിക്കുന്ന വയലുകൾ ഇവയാണ് കാണുന്നത്. ഇല കൊഴിച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങളുമുണ്ട്. കറുത്ത തടിയും കെട്ടുപിടഞ്ഞു കിടക്കുന്ന ശാഖകളും കാണുമ്പോൾ നരകപീഡകളേറ്റ് പുളയുന്ന ആത്മാക്കളാണോ അവയെന്ന് തോന്നിപ്പോകും. ലാസറസിന്റെ വീട്ടിൽ കാവൽ ജോലി നോക്കുന്ന ഒരു ഭൃത്യനെ ഈശോ കാണുന്നു. അവൻ ഈശോയെ വളരെ താണു വണങ്ങി വിവരം യജമാനനോട് പറയാൻ പോകുന്നതിന് അനുമതി ചോദിക്കുന്നു. അനുമതി കിട്ടിയ ഉടൻ അയാൾ പോയിക്കഴിഞ്ഞു. ഈ സമയം കൃഷിപ്പണിക്കാരും പട്ടണവാസികളും തിടുക്കത്തിൽ വന്ന് റബ്ബിയെ അഭിവാദനം ചെയ്യുന്നു. ഇസ്രായേൽക്കാരി അല്ലാത്ത ഒരു യുവതി മനോഹരമായ ഒരു വീടിനെ ചുറ്റി സൗരഭ്യം പരത്തി നിൽക്കുന്ന ലോറൽ വേലിയുടെ പിന്നിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു. അവളുടെ ഷോൾ കണ്ടിട്ട് അവൾ റോമാക്കാരിയോ ഗ്രീക്കുകാരിയോ ആണെന്ന് തോന്നുന്നു. നീണ്ടു നീണ്ട് ട്രെയിൻ പോലെ കിടക്കുന്ന ആ ഷാൾ വീതിയുള്ളതാണ്. വളരെ മൃദുവായ തൂവെള്ള രോമം കൊണ്ടുള്ള ആ ഷാളിന്റെ അരികിൽ മനോഹരമായ ഗ്രീക്ക് ചിത്രത്തുന്നലുകൾ, സ്വർണ്ണ നൂലുകൾ അവയ്ക്കിടയിൽ തിളങ്ങുന്നു. ഇതേ ചിത്രത്തുന്നലുകളുള്ള ഒരു ബെൽറ്റ് കൊണ്ട് ഈ ഷാൾ അരയിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അവളുടെ മുടി വച്ചിരിക്കുന്നതും പ്രത്യേക രീതിയിലാണ്. സ്വർണ്ണ ഹെയർനെറ്റ്, അതിനുള്ളിൽ വളരെ സങ്കീർണമായ കേശാലങ്കാരം, മുൻഭാഗം ചുരുളായി, പിറകിൽ പരന്ന ഒരു വലിയ കെട്ട് പുറംകഴുത്തിൽ. ഇതും അവൾ ഇസ്രായേൽക്കാരിയല്ല എന്ന് വെളിവാക്കുന്നു. ആർപ്പു വിളിക്കുന്ന സ്ത്രീകളുടെ ശബ്ദവും ഹോസാന പാടുന്ന പുരുഷന്മാരുടെ സ്വരവും ബഹളവും കേട്ട് അവൾ ജിജ്ഞാസ പൂണ്ട് ചുറ്റും നോക്കുന്നു. അനന്തരം അവജ്ഞയോടെ പുഞ്ചിരിക്കുന്നു. കാരണം അവൾ കാണുന്നത് സവാരിക്ക് ഒരു കഴുതക്കുട്ടി പോലുമില്ലാത്ത തങ്ങളെപ്പോലെ തന്നെ ദരിദ്രനായ ഒരു മനുഷ്യന്റെ പക്കലേക്കാണ് അവർ ആർപ്പുവിളിയോടെ പോകുന്നത്. ആ മനുഷ്യന്റെ അനുയായികൾ അയാളേക്കാൾ ആകർഷണീയത കുറഞ്ഞവരും. അവൾ ഉരം രണ്ടും ഉയർത്തി രസമില്ലായ്മ കാണിച്ച് നടന്നു പോകുന്നു. അവളുടെ പിന്നാലെ നായ്ക്കളെപ്പോലെ ഏതാനും പൂവാലന്മാരും. വെള്ളക്കൊക്കുപോലെ രണ്ട്, രാജഹംസം പോലെ പല വർണ്ണക്കാർ പലര്, തീക്കനൽ പോലെ ചെമന്ന രണ്ട് ഞാറ, അവയുടെ ഉച്ചിയിൽ മാത്രം വെള്ളിത്തൊങ്ങലുള്ള ചെറു കിരീടം പോലെ വെളുപ്പ്. ഈശോ ഒരു നിമിഷത്തേക്ക് അവളെ നോക്കി. പിന്നെ വൃദ്ധനായ ഒരു വലിയ മനുഷ്യന്റെ സംസാരം ശ്രദ്ധിക്കുന്നു. അയാളുടെ കാലുകൾ ദുർബലമായിരിക്കുന്നു. അത് മാറണം. ഈശോ അയാളെ തഴുകുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ക്ഷമാപൂർവം കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അധികം താമസിയാതെ വസന്തകാലം വരും. ഏപ്രിൽ മാസത്തിലെ സൂര്യപ്രകാശത്തിൽ കൂടുതൽ ശക്തി കാലുകൾക്കുണ്ടാകുമെന്ന് പറയുന്നു. മാക്സിമിനൂസ് വരുന്നു. ഏതാനും മീറ്റർ പിന്നാലെ ലാസറസും. ഗുരുവേ,
സൈമൺ എന്നോട് പറഞ്ഞു, നീ അവന്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നതെന്ന്. ലാസറസിന് അത് ദുഃഖമാണ്, എന്നാൽ അത് മനസ്സിലാക്കുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓ എന്റെ സ്നേഹിതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരുങ്ങലിലായിരിക്കുന്ന ലാസറസിന്റെ കവിളിൽ ഈശോ ചുംബിക്കുന്നു. അവർ നടന്ന് ഒരിടവഴിയിലായി. അത് ലാസറസിന്റെയും മറ്റാളുകളുടെയും ഫലവൃക്ഷത്തോട്ടങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു ചെറു വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നീ വാസ്തവത്തിൽ സൈമണിന്റെ വീട്ടിലേക്ക് തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? അതെ എന്റെ സ്നേഹിതാ, എന്റെ ശിഷ്യരെല്ലാം എന്റെ കൂടെയുണ്ട്. അതാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ലാസറസ് ഈ തീരുമാനം സ്വീകരിക്കുന്നു, എന്നാൽ ഒന്നും പറയുന്നില്ല. അവൻ ഈശോയെ അനുഗമിക്കുന്ന ചെറിയ ആൾക്കൂട്ടത്തെ നോക്കി പറയുന്നു, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, ഗുരുവിന് വിശ്രമം ആവശ്യമാണ്. ലാസറസിന് എന്ത് സ്വാധീനമുണ്ടെന്ന് ഞാൻ കാണുന്നു. അയാളുടെ വാക്കുകൾക്ക് വഴങ്ങി എല്ലാവരും പിന്തിരിയുന്നു. ഈശോ അവരോട് വാത്സല്യത്തോടെ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഞാൻ എപ്പോഴാണ് പ്രസംഗിക്കുന്നതെന്ന് നിങ്ങളെ അറിയിക്കാം. ശിഷ്യരെല്ലാം കുറച്ചു പിന്നിൽ മാക്സിമിനൂസിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ലാസറസും ഈശോയും തനിയെയായി. ലാസറസ് പറയുന്നു, ഗുരുവേ, മാർത്ത വലിയ കരച്ചിലാണ്. ഞാൻ കരയുന്നത് ഹൃദയത്തിലാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നു, ഇത് നീതിയാണ്. അവൾ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ തിരുനാളിന് അവൾ ഒരിക്കലും വരാറില്ല. സത്യമാണ്. അല്ല, എപ്പോഴെങ്കിലും അവൾ വരാറുണ്ടോ? ഞാൻ പറയുന്നു, പിശാചാണ് അന്ന് അവളെ ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. പിശാചോ? ദൈവത്തിന്റെ കൽപ്പനയാൽ അവളുടെ മാലാഖ ആയിക്കൂടെ? എന്നാൽ എന്നെ വിശ്വസിക്കൂ, അവൾ ഇവിടെ ഇല്ലെങ്കിലും ഞാൻ സൈമണിന്റെ വീട്ടിലേക്ക് മാത്രമേ പോകുമായിരുന്നുള്ളൂ. എന്റെ കർത്താവേ, അതെന്തുകൊണ്ടാണ്? എന്റെ വീട്ടിൽ അങ്ങേക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നോ? എത്രയധികം സമാധാനം എനിക്കുണ്ട്. നസ്രസിലെ വീട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്. എന്നാൽ എന്നോട് പറയൂ, തെളിവെള്ളം എന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങു പോരാൻ എന്തിനാണ് എന്നോട് പറഞ്ഞത്? എന്നെ കൊല്ലാനുള്ള കെണി അടുത്തു വരുന്നതുകൊണ്ടല്ലേ? കൊള്ളാം. അതിനാൽ ഞാൻ ഇപ്പോൾ ലാസറസിനെ അവന്റെ വീട്ടിൽ കയറി നിന്ദിക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ്. അവർ നിന്നെ ബഹുമാനിക്കുമെന്ന് നീ വിചാരിക്കുന്നോ? എന്റെ പക്കലെത്തുവാൻ പരിശുദ്ധമായ പേടകത്തിന്മേൽ അവർ ചവിട്ടും. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ എന്നെ അനുവദിക്കൂ. കുറഞ്ഞ പക്ഷം തൽക്കാലത്തേക്കെങ്കിലും. പിന്നീട് ഞാൻ വരാം. എന്തായാലും ഭക്ഷണം നിന്നോടൊത്ത് കഴിക്കുന്നതിനോ നിനക്ക് എന്റെ അടുത്തേക്ക് വരുന്നതിനോ ഒരു തടസ്സവുമില്ലല്ലോ. എന്നാൽ അവൻ അവന്റെ ശിഷ്യരിൽ ഒരാളുടെ വീട്ടിലാണ് താമസം എന്നവർ പറയാനിടയാകട്ടെ. അപ്പോൾ ഞാൻ ഒരു ശിഷ്യനല്ലേ? നീ എന്റെ സ്നേഹിതനാണ്, അതായത് ശിഷ്യനേക്കാൾ ഹൃദയത്തിന് ഇണങ്ങിയവൻ. ദുഷ്ടന്മാർക്ക് അങ്ങനെയല്ലായിരിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളട്ടെ. ലാസറസേ, ഈ വീട് നിന്റേതാണ്, എന്നാൽ ഇത് നിന്റെ വീടല്ല. തിയോഫിലസിന്റെ പുത്രൻ താമസിക്കുന്ന സമ്പന്നമായ മനോഹരമായ വീടല്ല. നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നീ അങ്ങനെ പറയുന്നു, എന്നാൽ അതിന്റെ കാരണം അവളാണ് ഇതിന് കാരണം. അവളോട് ക്ഷമിക്കാൻ എന്നെ തന്നെ മിക്കവാറും ബോധ്യപ്പെടുത്തി. എന്നാൽ അവൾ കാരണക്കാരിയായിട്ട് നീ ഇവിടുന്ന് പോകാൻ ഇടയായാൽ ഞാനിതാ വാക്ക് പറയുന്നു, ഞാൻ അവളെ വെറുക്കും. അപ്പോൾ ഞാൻ നിനക്ക് പൂർണ്ണമായി നഷ്ടപ്പെടും. ആ ആശയം ഉടനടി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിനക്ക് നഷ്ടപ്പെടും. ഇതാ മാർത്ത വന്നിരിക്കുന്നു. എന്റെ പ്രശാന്തമായ ഹോട്ടൽക്കാരി, നിനക്ക് സമാധാനം. ഓ കർത്താവേ! മാർത്ത മുട്ടിന്മേൽ നിന്ന് കരയുന്നു. കിരീടം പോലെ ക്രമപ്പെടുത്തി വച്ചിരിക്കുന്ന മുടിക്ക് ആവരണമായിട്ടിരിക്കുന്ന ശിരോവസ്ത്രം അവൾ താഴ്ത്തിയിട്ടു, അവളുടെ കണ്ണുനീർ മറ്റുള്ളവർ കാണാതിരിക്കാൻ. എന്നാൽ ഈശോയിൽ നിന്ന് മറയ്ക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എന്തിന് ഈ കണ്ണീരെല്ലാം? വാസ്തവത്തിൽ നീ അവ പാഴാക്കുകയാണ്. കരയാൻ എത്രയെത്ര കാരണങ്ങളുണ്ട്. കണ്ണീർ കൊണ്ട് വിലയേറിയതാക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്നാൽ ആ കാര്യത്തിനായി കരയുക. ഓ മർത്ത, ഞാൻ ആരാണെന്ന് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല.
നിനക്കറിഞ്ഞുകൂടെ എനിക്ക് പുറമേ മാത്രമേ മനുഷ്യരീതികളുള്ളൂ എന്ന്? എന്റെ ഹൃദയം ദൈവികമാണ്. ദൈവികമായിട്ടാണ് അത് സ്പന്ദിക്കുന്നത്. വരൂ, എഴുന്നേറ്റ് വീട്ടിലേക്ക് വരൂ. അവളെ സംബന്ധിച്ച് അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, ബുദ്ധിമുട്ടിക്കേണ്ട. അവൾ എന്നെ പരിഹസിച്ച് ചിരിക്കാനാണ് വരുന്നതെങ്കിലും അവളെ ശല്യപ്പെടുത്തരുത്. അവൾ സ്വയം ചെയ്യുന്നതല്ല. അവളെ പിടികൂടിയിരിക്കുന്നവൻ അസ്വസ്ഥതയുണ്ടാക്കാൻ അവളെ ഉപകരണമാക്കിയിരിക്കുന്നതാണ്. എന്നാൽ അവളുടെ യജമാനനേക്കാൾ ശക്തനായ ഒരുവനാണ് ഇവിടെയുള്ളത്. ഞാനും അവനുമായി നേരിട്ടാണ് ഇപ്പോൾ യുദ്ധം. നീ പ്രാർത്ഥിക്കണം, ക്ഷമിക്കണം, കാത്തിരിക്കണം, വിശ്വസിക്കണം. അത്രയും ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. ആ ചെറിയ വീട്ടിനുള്ളിലേക്ക് അവർ കയറുന്നു. ചതുരത്തിലുള്ള വീടിനു ചുറ്റും വരാന്തയുണ്ട്. അതിനാൽ അത് കുറെ കൂടെ വലുതാണെന്ന് തോന്നിക്കുന്നു. നെടുകയും കുറുകയും ഇടവഴിയായി തിരിച്ചിട്ടുള്ള 4 മുറികളാണ് ആ വീടിനുള്ളത്. പുറമെ സാധാരണ കാണാറുള്ള നടകൾ ഈ വീടിനുമുണ്ട്. ആ നടകൾ കയറി മുകളിലെ മട്ടുപ്പാവിലേക്ക് പോകാം. മുകൾ മുഴുവൻ ഒറ്റ ഹാളാണ്. ഒരിക്കൽ അത് ധാന്യശേഖരണത്തിന് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ വൃത്തിയാക്കി സാധനങ്ങളൊന്നും ഇല്ലാതെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. ജോസഫ് എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ട വൃദ്ധനായ ഭൃത്യന്റെ സമീപം നിൽക്കുന്ന സൈമൺ അതിഥികളെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെ നിന്ന് നിനക്ക് ജനങ്ങളോട് പ്രസംഗിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, നീ ആഗ്രഹിക്കുന്നത് പോലെ. നമുക്ക് അതേക്കുറിച്ച് ആലോചിക്കാം. അതിനിടയ്ക്ക് മറ്റുള്ള ആളുകളോട് ഭക്ഷണം കഴിഞ്ഞു വരാൻ പറയുക. ഇവിടെയുള്ള നല്ല ആളുകളെ ഇച്ഛാഭംഗപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എവിടേക്ക് വരണമെന്നാണ് അവരോട് പറയേണ്ടത്? ഇങ്ങോട്ട്. ഇന്നത്തെ കാലാവസ്ഥ നല്ലതാണല്ലോ. ഈ സ്ഥലം കാറ്റിൽ നിന്ന് രക്ഷ നൽകുന്നുണ്ട്. ഫലങ്ങളില്ലാത്ത കാലമായതുകൊണ്ട് ആളുകൾ കയറി നടന്നാലും തോട്ടത്തിന് ഉപദ്രവമുണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ മട്ടുപ്പാവിൽ നിന്ന് അവരോട് സംസാരിക്കാം. നീ പൊയ്ക്കൊള്ളൂ. ഈശോയും ലാസറസും മാത്രമായി. ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണമൊരുക്കാനായി ഹോട്ടൽ നടത്തിപ്പുകാരിയായ മാർത്ത പോയി. താഴെ ഭൃത്യരോടും അപ്പസ്തോലന്മാരോടും കൂടെ മേശകളും കിടക്കകളും തയ്യാറാക്കുകയാണ്. ഈശോ ഒരു കൈ ലാസറിന്റെ തോളിലിട്ട് മുറിയുടെ വെളിയിലേക്ക് വിളിച്ചുകൊണ്ടു പോകുന്നു. വീടിന് ചുറ്റും വരാന്തയ്ക്ക് മുകളിലുള്ള മട്ടുപ്പാവിലൂടെ അവർ നടക്കുന്നു. മുകളിൽ നിന്നുകൊണ്ട് ഈശോ ഭൃത്യരുടെയും അപ്പസ്തോലന്മാരുടെയും ജോലികൾ വീക്ഷിക്കുകയും വരികയും പോവുകയും ഇടയ്ക്ക് മുകളിലേക്ക് നോക്കുകയും ചെയ്യുന്ന മാർത്തായെ നോക്കി പുഞ്ചിരി തൂകുകയും ചെയ്യുന്നു. മാർത്തായ്ക്ക് ഗൗരവമാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന അസ്വസ്ഥത ഇപ്പോഴില്ല. ചുറ്റുമുള്ള പ്രകൃതിയുടെ സൗന്ദര്യം ഈശോ വീക്ഷിക്കുന്നു. 2 പേരും കൂടെ ഓരോ സ്ഥലങ്ങളുടെ പേരും ആളുകളുടെ രീതികളും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് ഈശോ ചോദിക്കുന്നു, അപ്പോൾ ഡോറാസിന്റെ മരണം പാമ്പും കൂട്ടിൽ കോലിട്ട് ഇളക്കിയതുപോലെയായി അല്ലേ? ഓ ഗുരുവേ, നിക്കോദേമോസ് എന്നോട് പറഞ്ഞത് സൻഹെദ്രിൻ ഇത്രയധികം ക്ഷോഭിച്ച ഒരു സമ്മേളനം ഉണ്ടായിട്ടില്ല എന്നാണ്. ഇത്ര ക്ഷോഭിക്കാൻ ഞാൻ സൻഹെദ്രിനോട് എന്ത് ചെയ്തു? ഡോറാസ് സ്വാഭാവിക മരണമാണ് വരിച്ചത്. അവന്റെ വിദ്വേഷം നിമിത്തമാണ് മരിച്ചത്. ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിലുമാണ് മരണം സംഭവിച്ചത്. അവന്റെ മൃതദേഹത്തിനോട് വേണ്ട ആദരവുകൾ കാണിക്കാതിരിക്കാൻ ആരെയും ഞാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് നീ ചെയ്തത് ശരിയാണ്. എന്നാൽ അവർക്ക് ഭയം നിമിത്തം സുബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്നറിഞ്ഞോ? നീ ഒരു പാപം ചെയ്യുന്നത് കണ്ടുപിടിച്ചിട്ട് നിന്നെ കൊല്ലണമെന്ന്. കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ദൈവത്തിന്റെ മണിക്കൂർ ആകുന്നതുവരെ അവർ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഈശോ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നറിയാമോ? ഫരിസേയരും ഗുമസ്തരും എന്തു തന്നെയും ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് അറിയാമോ? അന്നാസിന്റെ ആത്മാവ് എന്ത് തരമാണെന്നറിയാമോ? അവന്റെ പ്രതിനിധി ആരെന്നറിയാമോ? നിനക്കറിയാമോ? ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? തീർച്ചയായും നിനക്കറിയാം. അതിനാൽ നിന്നെ കുറ്റക്കാരനാക്കാൻ ഒരു പാപം ഇല്ലാത്ത ഒരു പാപം കണ്ടുപിടിച്ച്
നിന്റെ മേൽ ആരോപിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ അത് എപ്പോഴേ കണ്ടുപിടിച്ചിരിക്കുന്നു. ആവശ്യമുള്ളതിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ റോമാക്കാരോട് സംസാരിച്ചു, വേശ്യകളോട് സംസാരിച്ചു. അതെ, വേശ്യകളോട്. ലാസർസേ, ഇത്ര ഭയപ്പെട്ട് എന്നെ നോക്കാതെ. ഒരു വേശ്യ എപ്പോഴും എന്റെ വാക്ക് കേൾക്കാൻ വന്നിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടിരുന്നതനുസരിച്ച് നിന്റെ കൃഷിക്കാരന്റെ ഒരു തൊഴുത്തിൽ അവൾക്ക് താമസിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തു. കാരണം എന്നോടൊത്ത് ആയിരിക്കാൻ അവൾ ഒരു പന്നിക്കൂട്ടിലാണ് താമസിച്ചിരുന്നത്. ലാസറസ് വിസ്മയം കൊണ്ട് സ്തംഭിച്ചുപോയി. അവൻ അനങ്ങുന്നതേയില്ല. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരത്ഭുത മനുഷ്യനെ നോക്കുന്നത് പോലെ അവൻ ഈശോയെ നോക്കുന്നു. ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് അവനെ ഉണർത്തി ചോദിക്കുന്നു, നീ ചെകുത്താനെ കണ്ടോ? ഇല്ല, ഞാൻ കാരുണ്യത്തെ കണ്ടു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, സഭയിലെ അംഗങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്നു അത് ഒരു പാപമാണെന്ന്. അപ്പോൾ അത് ശരിയാണല്ലോ. ഞാൻ വിചാരിച്ചു, ഓ, നീ എന്താണ് ചെയ്തത്? എന്റെ ചുമതല, എന്റെ അവകാശം, എന്റെ അനുഗ്രഹവും. വീണുപോയ ഒരാത്മാവിനെ ഉദ്ധരിക്കാൻ ഞാൻ പരിശ്രമിച്ചു. അതിനാൽ നിനക്ക് മനസ്സിലാകും, ഞാൻ അടുത്തു ചെന്ന് കുനിഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന ആദ്യത്തെ ചെളിക്കട്ട നിന്റെ സഹോദരി അല്ലെന്ന്. അവൾ അവസാനത്തേതുമായിരിക്കയില്ല. ആ ചെളിക്കുണ്ടിലേക്ക് നല്ല പൂക്കളുടെ വിത്ത് വിതയ്ക്കാനും അവ വളർന്ന് പൂക്കൾ അണിഞ്ഞു കാണുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവകൃപയുടെ ധാരാളതയാകുന്ന പൂക്കൾ. ഓ ദൈവമേ, എന്റെ ദൈവമേ! എന്നാൽ ഗുരുവേ, നീ പറയുന്നത് ശരിയാണ്. ഇത് നിന്റെ അവകാശവും നിന്റെ കടമയും നിന്റെ ആഗ്രഹവുമാകുന്നു. എന്നാൽ ചെന്നായ്ക്കൾ അത് മനസ്സിലാക്കുന്നില്ല. അവർ ചീഞ്ഞളിഞ്ഞ ശവങ്ങളായതിനാൽ ലില്ലിപ്പൂക്കളുടെ സൗരഭ്യം അവർക്കറിഞ്ഞുകൂടാ. ഈ പൂക്കൾ വളരുന്നിടത്ത് ശവങ്ങൾ ക്രാണിക്കുന്നത് പാപമാണ്. ആ ദുർഗന്ധം തങ്ങളിൽ നിന്ന് തന്നെ വരുന്നതാണെന്ന് അവർ മനസ്സിലാക്കുന്നുമില്ല. ഞാൻ നിന്നോട് യാചിക്കുന്നു, ഒരു സ്ഥലത്തും ദീർഘകാലം താമസിക്കരുതേ. പോകണം, വേഗം വേഗം സ്ഥലം മാറി പോകണം. നിന്നെ കണ്ടുപിടിക്കാൻ അവർക്ക് സമയം കൊടുക്കരുത്. മിന്നാമിനുങ്ങ് പോലെ വേഗതയിൽ പിടികൊടുക്കാതെ നിജമില്ലാതെ മാറിപ്പോയിക്കൊണ്ടിരിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് ഭീരുത്വം കൊണ്ടുള്ള ഓട്ടമല്ല. നീ ലോകത്തിൽ ജീവിച്ച് അതിനെ വിശുദ്ധമാക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ്. അക്രമങ്ങളും അഴിമതികളും വർദ്ധിച്ചു വരികയാണ്. അതിനെതിരെ വിശദീകരണം നടത്തുക. അത് മതി. ബെഥനിയിലെ പുതിയതായി പൗരത്വം നേടിയ സ്ത്രീയെ കണ്ടോ? അവൾ യൂദയാക്കാരനായ ഒരാളെ വിവാഹം ചെയ്തിരിക്കുന്ന റോമാക്കാരിയാണ്. അവൻ നിയമം പാലിക്കുന്നവനുമാണ്. എന്നാൽ അവൾ വിഗ്രഹാരാധനക്കാരിയാണ്. ജെറുസലേമിൽ താമസിക്കുന്നത് അവർക്കിഷ്ടമല്ല. കാരണം അവൾ വളർത്തുന്ന മൃഗങ്ങളെക്കുറിച്ച് അയൽക്കാർ എപ്പോഴും പരാതി പറയുന്നു. അവളുടെ വീട് നിറയെ ഞങ്ങൾ അശുദ്ധമെന്ന് കരുതുന്ന മൃഗങ്ങളാണ്. അതിൽ ഏറ്റവും അശുദ്ധമായത് അവൾ തന്നെ. അവൾ ഞങ്ങളെ പരിഹസിച്ച് ചിരിക്കുന്നു. ഇഷ്ടം പോലെ അയഞ്ഞ ജീവിതം നയിക്കുന്നു. അത് വിമർശിക്കാൻ എനിക്ക് അവകാശമില്ല. എന്നാൽ മേരി നിമിത്തം അവളുടെ പാപം കുടുംബത്തിന്മേൽ ഒരു കളങ്കം വരുത്തിവച്ചുവല്ലോ. എന്റെ വീട്ടിൽ കാലുകുത്താതിരിക്കുന്നവർ ആ സ്ത്രീയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അവൾ പന്തിയോസ് പിലാത്തോസിന്റെ പ്രീതി സമ്പാദിച്ച് ഭർത്താവിനെ കൂടാതെയാണ് താമസം. അയാൾ ജെറുസലേമിലും അവൾ ഇവിടെയും. അയാളും അവരും എല്ലാം നടിക്കുന്നത് ഒരശുദ്ധിയും ഇല്ലെന്നാണ്. ഇവിടെ വരികയും പോകുകയും ചെയ്യുന്നവർക്ക് ഒരശുദ്ധിയുമില്ല. കാപട്യം, കഴുത്തറ്റം കാപട്യത്തിൽ മുങ്ങി ജീവിക്കുന്നവർ. താമസമില്ല, അതിൽ മുങ്ങി ചാകുക തന്നെ ചെയ്യും. സാബത്താണ് വിരുന്ന് സൽക്കാര ദിവസം. അവരെല്ലാം സഭയിലെ അംഗങ്ങൾ. അന്നാസിന്റെ പുത്രന്മാരിൽ ഒരുവനാണ് ഏറ്റവും ഭക്തനായ സന്ദർശകൻ. ഞാൻ അവളെ കണ്ടു. അതെ, ഒരു ശല്യവും നിങ്ങൾ ചെയ്യേണ്ട. അവരോട് എതിർപ്പൊന്നും കാണിക്കേണ്ട. അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കൂ. ഒരു വൈദ്യൻ മരുന്നുണ്ടാക്കുമ്പോൾ പല സാധനങ്ങൾ ചേർത്ത് ഇളക്കും. വെള്ളം കലങ്ങും.
കാരണം അയാൾ ശക്തിയായി അവയെ ഇളക്കുന്നു. പിന്നീട് മട്ട് താഴെ തങ്ങും, വെള്ളം തെളിയും. എന്നാൽ ചേരുവകളെല്ലാം അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതാണിപ്പോൾ സംഭവിക്കുന്നത്. ഞാൻ എല്ലാവരോടും കൂടെ ജോലി ചെയ്യുന്നു, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. അലിഞ്ഞു ചേരാത്ത കെട്ടതെല്ലാം അടിയിൽ തങ്ങും, വെളിയിൽ കളയപ്പെടും. ജീവനുള്ളതെല്ലാം യേശുക്രിസ്തുവിന്റെ ജനമാകുന്ന മഹാസമുദ്രത്തിൽ പ്രവർത്തനനിരതരായിരിക്കും. നമുക്ക് താഴേക്ക് പോകാം, അവർ നമ്മെ വിളിക്കുന്നു. ദർശനം താൽക്കാലികമായി അവസാനിച്ചു. വീണ്ടും ഞാൻ കാണുന്നു, ജനങ്ങളോട് സംസാരിക്കാൻ ഈശോ മട്ടുപ്പാവിലേക്ക് കയറുന്നു. ബെഥനിയിലും സമീപത്തുമുള്ള ഗ്രാമീണ ജനങ്ങൾ മുറ്റത്ത് ഒരുമിച്ചു കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സമാധാനം. ഞാൻ മൗനമായിരുന്നാൽ തന്നെ എന്റെ സ്നേഹത്തിന്റെ വാക്കുകളും മറ്റുള്ളവരുടെ വിരോധത്തിന്റെ വാക്കുകളും കാറ്റ് നിങ്ങളുടെ പക്കൽ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ ഇടയിലായിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾ വികാരഭരിതരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ വികാരങ്ങൾ സന്തോഷത്തിൻ്റെതായി തീരട്ടെ. എന്നോടുകൂടെ കർത്താവിനെ വാഴ്ത്തുക. തിന്മയെ ഉപയോഗപ്പെടുത്തി തന്റെ മക്കൾക്ക് സന്തോഷം നൽകുന്ന കർത്താവിനെ വാഴ്ത്തുവിൻ. തിന്മയുടെ മുന്നേറ്റ നിമിത്തം തന്റെ ആട്ടിൻകുട്ടിയെ മറ്റ് ആട്ടിൻകുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ചെന്നായ്ക്കളിൽ നിന്ന് അവയെ രക്ഷിക്കുകയാണ് അവിടുന്ന് ചെയ്തിരിക്കുന്നത്. കർത്താവ് എത്ര നല്ലവനാണെന്ന് കാണുക. ജലം സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ ഒരു നദിയും ഒരരുവിയും ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഒഴുകി. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നദി, കടുത്ത വിരോധത്തിന്റെ അരുവി. ആദ്യത്തേത് നിങ്ങളെല്ലാവരുടെയും സ്നേഹമായിരുന്നു. ലാസറസും മർത്തായും തുടങ്ങി ഈ ഗ്രാമത്തിലെ അവസാനത്തെ ആൾ വരെയുള്ള എല്ലാവരുടെയും സ്നേഹം. രണ്ടാമത്തേത് തങ്ങളെ വിളിക്കുന്ന നന്മ പ്രാപിക്കാൻ കഴിയാത്തതിൽ നന്മയെ തിന്മയെന്ന് അകാരണമായി വിളിക്കുന്നവരുടെ അന്യായമായ വിരോധമാണ്. അപ്പോൾ നദി പറഞ്ഞു, വരൂ, തിരിച്ച് ഞങ്ങളുടെ പക്കലേക്ക് വരൂ. ഞങ്ങളുടെ തിരമാലകൾ നിന്നെ ചുറ്റി വേർതിരിച്ച് സംരക്ഷിക്കട്ടെ. ലോകം നിനക്ക് നിരസിക്കുന്നത് അവ നിനക്ക് നൽകട്ടെ. ദുഷ്ടതയുടെ അരുവി ചീറ്റിക്കൊണ്ട് ഭീഷണികൾ പുറപ്പെടുവിച്ചു. അതിന്റെ വിഷമേൽപ്പിച്ച് എന്നെ കൊല്ലാൻ ആഗ്രഹിച്ചു. എന്നാൽ ഒരു നദിയോടും ഒരു സമുദ്രത്തോടും താരതമ്യം ചെയ്താൽ ഒരരുവി എന്താണ്? ഒന്നുമല്ല. അരുവിയുടെ വിഷം ഇല്ലായ്മയായി പോയി. കാരണം നിങ്ങളുടെ സ്നേഹമാകുന്ന നദി അതിനെ പരാജയപ്പെടുത്തി. നിങ്ങളുടെ സ്നേഹത്തിന്റെ കാരുണ്യം മാത്രം എന്റെ സ്നേഹത്തിന്റെ സമുദ്രത്തിലേക്ക് ഒഴുകി. അല്ല, അത് തിരിഞ്ഞൊഴുകി എന്നെ നിങ്ങളുടെ പക്കലേക്ക് കൊണ്ടുവന്നു. അതിനാൽ അത്യുന്നതനായ കർത്താവിനെ നമുക്ക് വാഴ്ത്താം. പ്രശാന്തമായ നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഈശോയുടെ ശക്തമായ സ്വരം മുഴങ്ങി കേൾക്കുന്നു. സൂര്യപ്രകാശത്തിൽ ഈശോ ശോഭിക്കുന്നു. മട്ടുപ്പാവിൽ നിന്ന് കൈവീശുകയും പുഞ്ചിരി തൂക്കുകയും ചെയ്യുന്നു. നിലത്തിരിക്കുന്ന ജനം ആനന്ദത്തോടെ ശ്രദ്ധിക്കുന്നു. ഈശോയുടെ സ്വരമാധുര്യത്തിൽ ആകൃഷ്ടരായി നിർനിമേഷരായി ഈശോയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസറസ് ഈശോയുടെ അടുത്തുണ്ട്. സൈമണും ജോണും സമീപം. മറ്റുള്ളവർ ജനങ്ങളുടെ ഇടയിലാണ്. മാർത്തായും മുകളിലേക്ക് കയറി ഈശോയുടെ പാദത്തിങ്കൽ ഇരിക്കുകയാണ്. അവൾ തോട്ടത്തിനപ്പുറത്തുള്ള അവരുടെ വീടിന് എതിരായിട്ടാണ് ഇരിപ്പ്. ഈ ലോകം ദുഷ്ടരായ ആളുകളുടേതാണ്, പറുദീസ നല്ല ആളുകളുടേതും. അതാണ് സത്യവും, അതുതന്നെയാണ് വാഗ്ദാനവും. ആ വാഗ്ദാനത്തിലാണ് നിങ്ങളുടെ ഉറപ്പും ശക്തിയും. ലോകം കടന്നു പോകുന്നു, പറുദീസ കടന്നു പോകയില്ല. നല്ലവരായി ജീവിച്ച് നിങ്ങൾ അത് നേടിയാൽ നിത്യകാലത്തേക്ക് നിങ്ങൾ ആനന്ദിക്കും. അതുകൊണ്ട് ദുഷ്ടരായവർ ചെയ്യുന്ന പ്രവൃത്തികൾ നിമിത്തം അസ്വസ്ഥരാകേണ്ട. ജോബിന്റെ വിലാപങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പീഡിപ്പിക്കപ്പെടുന്ന നല്ല ആളുകളുടെ നിത്യവിലാപമാണത്. കാരണം ജഡം വിലപിക്കുന്നു, എന്നാൽ അത് വിലപിക്കേണ്ടതില്ല. കൂടുതലായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ആത്മാവിന്റെ ചിറകുകൾ കൂടുതൽ വിടർത്തി കർത്താവിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്.
തങ്ങളുടെ ധാന്യപ്പുരകൾ നിറയെ ന്യായമായ മാർഗങ്ങളിലൂടെയും അതിലധികമായി അന്യായ മാർഗങ്ങളിലൂടെയും ധാന്യങ്ങൾ നിറച്ചിരിക്കുന്നവർ, തൊട്ടികൾ കവിഞ്ഞൊഴുകത്തക്ക അത്രയധികം വീഞ്ഞുള്ളവർ, ഭരണികൾ നിറയെ എണ്ണയുള്ളവർ, സന്തോഷമുള്ളവരെന്ന് കാണപ്പെടുന്നവർ യഥാർത്ഥത്തിൽ സന്തോഷമുള്ളവരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? ഇല്ല. അവരുടെ ഭക്ഷണത്തിനെല്ലാം മറ്റുള്ളവരുടെ രക്തത്തിന്റെയും കണ്ണീരിന്റെയും രുചിയുണ്ടാകും. അവരുടെ കിടക്ക നിറയെ കുത്തിക്കയറുന്ന മുള്ളുകളും അവരുടെ മനസ്സാക്ഷിയുടെ ഭാരവും. ദരിദ്രരെ അവർ കവർച്ച ചെയ്യുന്നു, അനാഥരുടെ സ്വത്ത് തട്ടിപ്പറിക്കുന്നു, അയൽവാസികളെ കബളിപ്പിച്ച് സാധനങ്ങൾ കൈക്കലാക്കുന്നു. അവരെക്കാൾ ശക്തിയും ദുഷ്ടതയിലും കുറഞ്ഞവരെ പീഡിപ്പിക്കുന്നു. സാരമില്ല, നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട. അവരുടെ രാജ്യം ഈ ലോകത്തിൻ്റെതാണ്. എന്നാൽ മരിക്കുമ്പോൾ എന്തവശേഷിക്കും? ഒന്നുമുണ്ടാകുകയില്ല. തങ്ങളുടെ കൂടെ കൊണ്ടുപോയി ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള ഒരു കെട്ട് പാപത്തെ നിധിയെന്ന് നിങ്ങൾ വിളിക്കുമോ? നിങ്ങൾ വിഷമിക്കേണ്ട. അവർ അന്ധകാരത്തിന്റെ മക്കളാണ്, പ്രകാശത്തിന്റെ വിരോധികളാണ്. പ്രകാശത്തിന്റെ ശോഭയുള്ള വഴികളിലൂടെ നടക്കുവാൻ അവർക്ക് കഴിവില്ല. പ്രഭാത നക്ഷത്രത്തെ ദൈവം ഒരുക്കുമ്പോൾ അവർ അതിനെ മരണത്തിന്റെ നിഴലെന്ന് വിളിക്കുന്നു. അങ്ങനെ അത് അശുദ്ധമാക്കുന്നതാണെന്നും പറഞ്ഞ് തങ്ങളുടെ അഴുക്കു നിറഞ്ഞ സ്വർണത്തിന്റെയും വിദ്വേഷത്തിന്റെയും തിളക്കത്തിൽ നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിത്യനാശത്തിന്റെ തടാകത്തിലെ തീപാഷാണത്തിന്റെ ജ്വാലയാണ് അവയിൽ മിന്നുന്നത്. എന്റെ സഹോദരി, ഓ ഈശോ! മേരി തോട്ടത്തിന്റെ ചെറുവേലിക്ക് പിന്നിലൂടെ പാത്ത് പാത്ത് നടന്ന് വളരെ അടുത്ത് വരാൻ ശ്രമിക്കുന്നത് ലാസറസ് കാണുന്നു. നടക്കുമ്പോൾ കുനിഞ്ഞാണ് നടപ്പ്. എന്നാൽ അവളുടെ മനോഹരമായ മുടി കറുത്ത ഉറയ്ക്കെതിരെ സ്വർണം പോലെ ശോഭിക്കുന്നു. മാർത്ത എഴുന്നേൽക്കാൻ തുടങ്ങുകയാണ്. ഈശോ കൈകൊണ്ട് അവളുടെ തലയിൽ അമർത്തി അവളെ അവിടെ ഇരുത്തി. ഈശോ സ്വരം കുറെ കൂടെ ഉയർത്തി സംസാരിക്കുന്നു. സന്തോഷമില്ലാത്ത ഈ ആളുകളെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? പരിഹാരം അനുഷ്ഠിക്കാൻ ദൈവം അവർക്ക് സമയം നൽകി. എന്നാൽ അത് പാപം ചെയ്യാനായി അവർ ദുരുപയോഗിക്കുകയാണ്. എന്നാൽ ദൈവം കാണുന്നില്ലെന്ന് തോന്നിക്കുമെങ്കിലും അവരെ അവിടുന്ന് കാണാതിരിക്കുന്നില്ല. എന്നാൽ ഒരു സമയം വരും, ഇടിവാൾ പാറയെ പിളർക്കുന്നത് പോലെ ദൈവസ്നേഹം അവരുടെ ഹൃദയത്തെ പിളർക്കും. അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ കുന്നുകൂടി അവയുടെ അലകൾ അവരുടെ തൊണ്ട വരെയും നാസാദ്വാരങ്ങൾ വരെയും എത്തുമ്പോൾ അവർക്ക് അറപ്പ് തോന്നും. ഓക്കാനം വരുത്തുന്ന അവരുടെ രുചിയും ദുർഗന്ധവും അവരുടെ ഹൃദയത്തിൽ ഓടാനും തുടങ്ങും. ഓരോ ആത്മാവും അപ്പോൾ കരഞ്ഞുകൊണ്ട് ചോദിക്കും, ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്ന ആ മുൻകാലങ്ങളിലേക്ക് ആരെന്നെ തിരിച്ചു കൊണ്ടുപോകും? ദൈവത്തിന്റെ പ്രകാശം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുകയും ആ വെളിച്ചത്തിൽ ഞാൻ നടക്കുകയും ചെയ്ത കാലത്തേക്ക്. എന്റെ നീതിനിഷ്ഠയിൽ വിസ്മയം പൂണ്ട് ലോകം എന്നെ അനുഗ്രഹീതനെന്ന് വിളിച്ചിരുന്ന കാലം. എന്റെ പുഞ്ചിരിക്കും വാക്കുകൾക്കുമായി ലോകം ആഗ്രഹിച്ചിരുന്ന കാലം. ഒരു ദേവദൂതന്റെ വാക്കെന്ന പോലെ എന്റെ വാക്കുകൾ പരിഗണിക്കപ്പെട്ടിരുന്ന കാലം. അഭിമാനം കൊണ്ട് എന്റെ ബന്ധുക്കളുടെ ഹൃദയം തുടിച്ചിരുന്ന കാലം. എന്നാൽ ഇപ്പോൾ ഞാൻ എന്താണ്? ചെറുപ്പക്കാർക്ക് ഞാൻ നിന്ദാപാത്രമാണ്. പ്രായം കൂടിയവർക്ക് ഭയമുളവാക്കുന്നവനാണ്. ഞാൻ അവരുടെ പാട്ടിന് വിഷയമായിരിക്കുന്നു. അവജ്ഞയോടെ എന്റെ മുഖത്ത് അവർ തുപ്പുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് പാപികളുടെ ആത്മാക്കൾ ചില പ്രത്യേക നിമിഷങ്ങളിൽ ചിന്തിക്കുന്നത്. ഇവർ യഥാർത്ഥ ജോബുമാരാണ്. കാരണം ദൈവത്തിന്റെ സ്നേഹവും അവന്റെ രാജ്യവും നിത്യമായി നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതായ കഷ്ടം എന്തുണ്ട്? അവരുടെ സ്ഥിതിയിൽ നമുക്ക് സഹതാപം തോന്നേണ്ടതാണ്. സഹതാപം മാത്രം. പാവപ്പെട്ട ആത്മാക്കൾ ഒന്നുകിൽ മടികൊണ്ട് അഥവാ ഹൃദയ കാഠിന്യം കൊണ്ട് നിത്യനായ മണവാളനെ നഷ്ടപ്പെടുത്തിയവർ. എന്റെ ഹൃദയം സ്നേഹിച്ചവനെ രാത്രിയിൽ എന്റെ കിടക്കയിൽ ഞാൻ അന്വേഷിച്ചു, എന്നെ കണ്ടെത്തിയില്ല.
നേരാണ്. ഇരുട്ടിൽ പ്രിയനെ ഒരാൾക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ആത്മാവ് സ്നേഹത്താൽ പ്രചോദിതമായി, എന്നാൽ ആത്മീയമായി രാത്രിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ ആ പീഡനത്തിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും അതിനുള്ള മാർഗം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഏത് തരത്തിലുള്ള സ്നേഹമാണെങ്കിലും അതിൽ നിന്ന് മോചനം കണ്ടെത്താമെന്ന് ആത്മാവ് വിചാരിക്കുന്നു. സാധിക്കയില്ല. ആത്മാവിന്റെ സ്നേഹം ഏകമാണ്. ദൈവം ദൈവസ്നേഹത്താൽ പ്രേരിതമായ ആത്മാക്കളെ അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്നു. പ്രകാശം ലഭിക്കണമെന്നവർ ആഗ്രഹിച്ചാൽ മതി. സ്നേഹം അവരുടെ സഖിയായി മാറും. രോഗികളെപ്പോലെ അവർ അലഞ്ഞു തിരിയുന്നു, സ്നേഹത്തിനായി തപ്പിത്തടയുന്നു. അവർ എല്ലാത്തരം ദുഷിച്ച കാര്യങ്ങളും കാണുന്നു, പക്ഷേ ആ സ്നേഹം കാണുന്നില്ല. കാരണം സ്നേഹം സ്വർണമല്ല, ജഡിക സുഖമല്ല, അധികാരമല്ല, പിന്നെയോ സ്നേഹം ദൈവമാണ്. സാധുക്കളായ ആത്മാക്കൾ, അവർ ഇത്രയും അലസതയില്ലാത്തവരായിരിക്കുന്നെങ്കിൽ എനിക്കായി തുറന്നു തരിക, എന്നെ അനുഗമിക്കുക എന്ന് പറയുന്ന നിത്യനായ മണവാളന്റെ ആദ്യ ക്ഷണത്തിന് അവർ ഉണർന്നിരുന്നെങ്കിൽ, ഉണർന്നെഴുന്നേറ്റ് അവരുടെ സ്നേഹത്തിന്റെ പ്രവാഹത്തിൽ അഴുക്കിന്റെ ചതുപ്പ് നിലങ്ങളിലേക്ക്, അശുദ്ധമായ മൃഗങ്ങൾ പോലും അറയ്ക്കുന്ന അഴുക്കിലേക്ക് അവരുടെ വാതിലുകൾ തുറക്കുമായിരുന്നില്ല. ആത്മാവിന്റെ മണവാളൻ നിരാശനായി വിദൂരതയിൽ എത്തി അന്തർധാനം ചെയ്തു കഴിഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ ആത്മാക്കളുടെ സ്നേഹത്തിനായുള്ള വിശുദ്ധമായ ആഗ്രഹത്തെ തന്നെ മലിനപ്പെടുത്തി അഴുക്കിലേക്ക് തിരിഞ്ഞു. ഈ അഴുക്ക് നിലങ്ങൾ പുഷ്പങ്ങളല്ല പുറപ്പെടുവിക്കുന്നത്, അവ പീഡനത്തിന് മാത്രം ഉതകുന്നു, കിരീടമായി ധരിക്കാനാവില്ല. അതുപോലെ തന്നെ രാത്രി കാവൽക്കാരുടെ പരിഹാസവാക്കുകൾ ലോകം മുഴുവന്റെയും പരിഹാസം. പല പല കാരണങ്ങളാൽ ദൈവം കാണുന്നത് പോലെ ലോകവും അവരുടെ പാപം കാണുന്നുണ്ട്. ഒളിവിൽ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതും സഹിക്കേണ്ടി വരുമായിരുന്നില്ല. സാധുക്കളായ ആത്മാക്കൾ, ലോകം മുഴുവൻ അവരെ പ്രഹരിക്കുന്നു, പിടിച്ചു പറിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു. ഇത്ര കാരണമില്ലാത്ത നിന്ദാപൂർവമായ കല്ലെറിയലിൽ ദൈവം മാത്രം പങ്കെടുക്കുന്നില്ല. നേരെ മറിച്ച് തന്റെ കണ്ണീർത്തുള്ളികൾ വീണ് ആത്മാവിന്റെ മുറിവുകൾ സുഖപ്പെടുത്താനും തന്റെ സൃഷ്ടിയെ കീറാത്ത വസ്ത്രം ധരിപ്പിക്കാനും അനുവദിക്കുന്നു. എപ്പോഴും ദൈവത്തിന്റെ സൃഷ്ടി ദൈവത്തിന്റെ മാത്രം. പിതാവിന് എപ്പോഴും തന്റെ മക്കൾ. നമുക്ക് കർത്താവിനെ വാഴ്ത്താം. പാപികളുടെ പേർക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനായിട്ടാണ് അവൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ഷമിക്കുക, എപ്പോഴും പൊറുക്കുക, എല്ലാ തിന്മകളും നന്മയ്ക്കായി ഭവിക്കാൻ അനുവദിക്കുക, എല്ലാ തെറ്റുകളും കൃപയായി തീരാൻ ശ്രമിക്കുക. നിങ്ങളോട് ഒന്നും ഉണ്ടാക്കാൻ ഞാൻ പറയുന്നില്ല, എന്റെ മനോഭാവം അനുകരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ ശത്രുക്കളെ ഞാൻ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു, കാരണം അവർ നിമിത്തമാണ് എന്റെ സ്നേഹിതരായ നിങ്ങളുടെ പക്കലേക്ക് തിരിച്ചു വരാൻ എനിക്ക് കഴിഞ്ഞത്. സമാധാനം നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ജനക്കൂട്ടത്തിലുള്ള സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രം വീശുന്നു, പുരുഷന്മാർ വൃക്ഷക്കമ്പുകൾ വീശുന്നു. പിന്നീട് ഈശോയെ അഭിവാദ്യം ചെയ്ത ശേഷം സാവധാനത്തിൽ പിരിഞ്ഞു പോകുന്നു. ലജ്ജയില്ലാത്ത എന്റെ സഹോദരിയെ അവർ കണ്ടിട്ടുണ്ടാകുമോ? ഇല്ല ലാസറസേ, അവൾ വേലിയുടെ മറയിലായിരുന്നു. നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മൾ ഇവിടെ മുകളിൽ ഇരുന്നതുകൊണ്ടാണ്, മറ്റുള്ളവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അവൾ ഞങ്ങളോട് വാക്ക് പറഞ്ഞിരുന്നതാണ്. എന്തുകൊണ്ടാണ് അവൾ വരാതിരുന്നത്? അവൾ അബ്രാഹത്തിന്റെ ഒരു പുത്രിയല്ലേ? എന്റെ സഹോദരന്മാരെ, എന്റെ ശിഷ്യരെ, നിങ്ങളും അവളോട് യാതൊന്നും പറയുകയില്ലെന്ന് ശപഥം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അവളെ തടയേണ്ട. അവൾ എന്നെ പരിഹസിച്ച് ചിരിക്കുമോ? സാരമില്ല. അവൾ കരയുമോ? അവളെ തടയേണ്ട. അവൾ ഇവിടെ താമസിക്കുമോ? എങ്കിൽ താമസിച്ചു കൊള്ളട്ടെ. ഓടിപ്പോകാനാണോ അവൾ ആഗ്രഹിക്കുന്നത്?
തടയേണ്ട. രക്ഷകന്റെയും രക്ഷകരുടെയും രഹസ്യം ഇതാണ്: ക്ഷമ, നന്മ, സ്ഥിരത, പ്രാർത്ഥന, വേറൊന്നുമല്ല. ചില രോഗങ്ങൾക്ക് ശരീരത്തിന്റെ ചെറിയ ചലനം പോലും പാടില്ല. എന്റെ സ്നേഹിതരെ, ദൈവം നിങ്ങളോടുകൂടെ. ഞാൻ പ്രാർത്ഥിക്കാനായി ഇവിടെ താമസിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ ജോലിക്കായി പോയിക്കൊള്ളുക. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദർശനം അവസാനിക്കുന്നു.